വീണ്ടും ഒരിക്കൽ കൂടെ പ്രഭാതത്തിൽ പവർവിഷൻ്റെ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ നമുക്കെല്ലാവർക്കും കിട്ടിയ അവസരത്തിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം പറയാം, നന്ദി പറയാം. പല രാജ്യങ്ങളിൽ പല സാഹചര്യത്തിലിരിക്കുന്ന നമുക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത് എത്രയോ വലിയ അനുഗ്രഹമാണ്, എത്രയോ വലിയ അനുഗ്രഹമാണ്. കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന 16-ാം സങ്കീർത്തനമാണ്. അതിൻ്റെ 9-ാമത്തെ വാക്യമാണ് ഇന്ന് ധ്യാനിക്കാൻ പോകുന്നത്. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കും, എൻ്റെ ജഡവും നിർഭയമായി വസിക്കും. അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിച്ച് ജഡം നിർഭയമായി വസിക്കും. ഒരു മനുഷ്യനിൽ 3 പാർട്ടുണ്ട്. അത് 3 ഇവിടെ പറഞ്ഞിരിക്കുന്നു. 1 ഹൃദയം, 2 മനസ്സ്, 3 ആത്മാവ്. ഹൃദയം എന്നത് ആത്മാവിനെ സൂചിപ്പിക്കും. മനസ്സ് മനസ്സിനെ സൂചിപ്പിക്കും. ജഡം ശരീരത്തെ സൂചിപ്പിക്കും. അപ്പം ഇങ്ങനെ ഞാനൊന്ന് വായിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ ആത്മാവ് സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ശരീരം നിർഭയമായി വസിക്കും. എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എനിക്കും ശരീരമുണ്ട്, മനസ്സുണ്ട്, ആത്മാവുണ്ട്. നമുക്ക് ആദ്യം ശരീരമാണ്. നമ്മൾ ശരീരത്തോട് ബന്ധപ്പെട്ടും ഭൂമിയോട് ബന്ധപ്പെട്ടും ജീവിക്കുന്നത് കൊണ്ട് നമ്മൾ ശരീരജീവികളാണ്. അതിനോട് തൊട്ട് നമുക്ക് വരുന്നത് മനസ്സാണ്. മനസ്സിനോട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ലോകം നിൽക്കുന്നത്, ചിന്താലോകം. അതിൻ്റെയും കുറച്ചുകൂടെ ഉള്ളിലോട്ട് കയറിയാണ് ആത്മാവിൻ്റെ സ്ഥാനം. ഒരു ദേവദാസൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പടം വരച്ച് പഠിപ്പിച്ചു. ഒരു മനുഷ്യൻ 6 അടി പൊക്കമുള്ള ഒരു പൈപ്പായിട്ട് കാണുക, ഒരു കുഴല്. അതിൻ്റെ പുറത്തെ റൗണ്ടാണ് ശരീരം, 2nd റൗണ്ടാണ് മനസ്സ്, 3rd റൗണ്ടാണ് സ്പിരിറ്റ്. അപ്പം ബോഡിയെയും സ്പിരിറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നയാളാണ് മൈൻഡ്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പഠിക്കേണ്ട സമയം ഇപ്പോഴല്ല. അതിനൊത്തിരി സമയമെടുത്ത് പഠിക്കാനുണ്ടവർക്ക് പഠിക്കാൻ സൗകര്യമുണ്ട്. വേദശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഓൺലൈൻ ബൈബിൾ സ്കൂളൊക്കെ ഉണ്ടല്ലോ. എന്നാൽ ഈ 3 പാർട്ടും സന്തോഷിച്ചാലേ സന്തോഷം പൂർണ്ണമാകത്തുള്ളൂ. ശരീരം മാത്രം സന്തോഷിക്കുന്ന പരിപാടികൾ നിങ്ങൾക്കറിയാം, ഞാൻ പറയണ്ടല്ലോ. ശരീരത്തിന് സന്തോഷം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് അധികം വിവരിക്കുന്നില്ല. പിന്നെ ശരീരവും മനസ്സും സന്തോഷിക്കുന്ന പരിപാടി. ഇപ്പം ഈ മദ്യപാനം ഒരു ശീലമാക്കിയവർ വാസ്തവത്തിൽ ഒരു ശരീരത്തിൻ്റെ സന്തോഷമല്ലേ ആദ്യം എടുക്കുന്നത്, മനസ്സിൻ്റെയും മരുന്നും അല്ലേ. അപ്പം മനസ്സും ശരീരവും സന്തോഷിക്കാനുള്ള മാർഗങ്ങളെല്ലാം ഭൂമിയിലുണ്ട്. ഒന്ന് ഓർത്ത് നോക്കിയേ, നമ്മൾ ഏർപ്പെടുന്ന മിക്കവാറും കാര്യങ്ങളെല്ലാം മനസ്സും ശരീരവും ഹാപ്പിയാകാനാണ്. ഒരു ചായ കുടിക്കുന്നു എന്തിനാ? ശരീരത്തിനൊരു ഉന്മേഷം കിട്ടും, മനസ്സിനൊരു ഉന്മേഷം കിട്ടും. ഫുഡ് കഴിക്കുമ്പം ശരീരത്തിനൊരു ബലം കിട്ടും, മനസ്സിനും ഒരു ബലമുണ്ട്, അതിനകത്ത് ഒരു എൻജോയ്മെൻ്റ് ഉണ്ട്. അല്ലേ പിന്നെ രുചി വേണ്ടല്ലോ അല്ലേ. ഇപ്പോൾ കുറച്ച് പാവയ്ക്ക, അതിനൊരു നല്ലവണ്ണം വെളിച്ചെണ്ണയും ചേർക്കാതെ നാളികേരം ചേർക്കാതെ കൊണ്ടുവന്ന് വെച്ചാൽ നല്ല കാൽസ്യം ഉള്ളതാണ്, ഷുഗർ മാറുമെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കത്തില്ല. അതിനൊരു മനസ്സിനും കൂടി ഒരു ഇഷ്ടം വേണം, രുചി വരണം. നല്ല ആരോഗ്യകരമായ ഭക്ഷണം ആയാൽ നമ്മൾ കഴിക്കത്തില്ല, രുചികരമായ കഴിക്കും. രുചികരമാണ്, ആരോഗ്യകരമല്ലെങ്കിലും കഴിക്കും. അതുകൊണ്ടാണല്ലോ ഈ ഫാസ്റ്റ് ഫുഡും ഹോട്ടൽ ഫുഡും കഴിക്കുന്നത്. എന്നാൽ രുചികരവും ആരോഗ്യകരവുമായത്
കിട്ടുമായിരുന്നേ നല്ലതായിരുന്നു. കിട്ടത്തില്ല, അതാ പ്രശ്നം. രുചികരവും ആരോഗ്യകരവുമായത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഗവൺമെൻറ് അംഗീകരിച്ച 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലാണെങ്കിൽ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുകയില്ലെന്ന് വിശ്വസിക്കാം. കേടായ ഇറച്ചി മീനും ഉപയോഗിക്കത്തില്ലെന്ന് വിചാരിക്കാം. പച്ചക്കറി ഫ്രഷ് ആയിരിക്കും, വിഷം ചേർക്കാത്തതായിരിക്കും എന്ന് വിശ്വസിക്കാം. പക്ഷെ അവിടെ കയറി കഴിക്കണേ ഒരു നേരം കഴിക്കാൻ 2000 രൂപ വേണം. അതാ പ്രശ്നം, ടാക്സും എല്ലാം കൂടെ. അപ്പം നമ്മുടെ വിഷയം മനസ്സും ശരീരവും ആത്മാവും ഒരുമിച്ച് സന്തോഷിക്കുന്ന ഒരു മാർഗമാണ് ഇത്. ഏത്? ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷിച്ച് എൻ്റെ മനസ്സ് ആനന്ദിക്കുന്നു, എൻ്റെ ജഡവും നിർഭയമായി സിക്കും. അങ്ങനെ ഒരു സന്തോഷം നിങ്ങൾക്കുണ്ടാകട്ടെ. ഗോഡ് ബ്ലെസ് യു.